ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എത്രയായാലും മലയാളി മാറുകയല്ല, മലയാളിയുടെ മനോഭാവങ്ങളും മാറത്തില്ല. ഈ പഴഞ്ചൊല്ല് പറയുന്ന പോലെ ഈ പട്ടിയുടെ വാല് നമ്മൾ എത്ര നാള് കുഴലിനകത്തിട്ട് എടുത്താലും അത് വളഞ്ഞു തന്നെ ഇരിക്കുന്ന. അപ്പം എന്ന് പറഞ്ഞാൽ ഈ മനോഭാവം മാറാൻ പോകുന്നില്ല. ഞാൻ സംസാരിച്ചു വരുന്നത് ജോലി സംബന്ധിച്ചുള്ള കേരളീയരുടെ മനോഭാവത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ബംഗാളികൾ കേരളം കൈയടക്കി കഴിഞ്ഞു. അവിടുന്ന് ഒന്ന് എല്ലാ ജോലിയും ചെയ്ത് ഇവിടെയുള്ളവർക്ക് അങ്ങനെയുള്ള ജോലി ചെയ്യാൻ പറ്റത്തില്ല. ശാരീരിക പരിമിതിയാണോ അതോ അതിനോട് താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി ഇവിടെ ബംഗാളികൾ ചെയ്യുന്ന അതേ പണി തന്നെ നമ്മുടെ എന്തോ യുവാക്കൾ ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് കിട്ടാത്തതിൻ്റെ കുഴപ്പമുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോയി നമുക്കറിയാം ഇതുപോലെ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യുവാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്തെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഞാൻ പറയാം. അപ്പം ചെറുപ്പക്കാരെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ അങ്ങനെ ഒരു സമൂഹത്തിൽ വളർന്നു വന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പല ആളുകളും പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവർ ഇവിടുന്ന് വിദേശ രാജ്യത്ത് ചെല്ലുന്നതിന് ശേഷം എന്തെങ്കിലും ജോലി കിട്ടാൻ മതി എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം അത് ചെയ്യാൻ അവർക്ക് അവിടെ മനസ്സുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് അത് ഇവിടെ ചെയ്യാൻ, കേരളത്തിൽ ചെയ്യാൻ മനസ്സില്ല? കാരണം ആളുകളുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സായിരിക്കും അത് ചെയ്യാനായിട്ട്. പക്ഷെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ അയൽവക്കക്കാരോ അല്ലെങ്കിൽ ആ സമൂഹം അതിനെ വീക്ഷിക്കുന്ന വിധത്തിൽ നിന്നാണ് കുട്ടികൾ അതിനെ മടി കാണിക്കുന്നത്. പക്ഷെ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് അങ്ങനെ കാഴ്ചപ്പാടില്ല കേട്ടോ. അവിടുത്തെ യുവാക്കളെ സംബന്ധിച്ചാണെങ്കിലും അവിടുത്തെ പേരൻസിനെ സംബന്ധിച്ചാണെങ്കിലും അവർ ഏത് ജോലി ചെയ്യുന്നതിനും അവർക്ക് പ്രയാസമൊന്നുമില്ല. ഇപ്പം അംശകാല ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അവരുടെ വിദ്യാഭ്യാസം തടസ്സം വരാത്ത വിധത്തിലുള്ള ജോലികൾ, ഒരുപക്ഷെ ഉച്ചവരെ അല്ലെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ കിട്ടുന്ന പല വിധത്തിലുള്ള ജോലികളുണ്ട്. അപ്പോൾ ആ ജോലികൾ ചെയ്യുന്നതിന് അവർക്ക് മടിയില്ല, അത് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇവിടെ അത് അവൈലബിൾ ആണ് പലപ്പോഴും. പക്ഷെ അത് ആൾക്ക് അതിനോട് ഒരു താല്പര്യം കാണിക്കുന്നില്ല. ചിലപ്പോൾ അതനുസരിച്ചുള്ള വേതനം കുറവായിട്ടായിരിക്കാം, അല്ലേ? അവിടെയൊക്കെ മണിക്കൂറിന് ഇത്ര രൂപ വെച്ച് കിട്ടൂല. അപ്പോൾ ആ ഒരു സംഗതി ഇവിടെ വരില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം. അതും ഒരു മുഖ്യ ഘടകമാണ് കേട്ടോ. പക്ഷേ ആറ്റിറ്റ്യൂഡ് അത് മാറണം. ഏത് തൊഴിലാണെന്ന് നോക്കുന്ന കുഴപ്പം. നമുക്ക് പൈസ കിട്ടുന്ന പണിയായി പോയപ്പോരെ അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളുടെ കാഴ്ചപ്പാട്, വിശേഷിച്ച് മറ്റ് രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ മലയാളികളെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട് ഒത്തിരി വ്യത്യാസമാണ്. അവർ കാര്യങ്ങളെ വീക്ഷിക്കുന്ന വിധവും കാര്യങ്ങളെ വിലയിരുത്തുന്ന വിധവും സമൂഹത്തിൽ സ്റ്റാറ്റസ് നോക്കുന്ന വിധമൊക്കെ വളരെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ വളർന്നു വന്ന നമ്മുടെ ഒരു കൾച്ചറായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ കാരണം. എന്താണേലും അത് മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കും. അത് വരുന്ന തലമുറയ്ക്ക് കുറേ കൂടെ എളുപ്പമായിരിക്കും ആ ഒരു കാഴ്ചപ്പാട് നിലനിർത്താതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ, അവരുടെ ജീവിത രീതിയും മറ്റു ഒത്തിരി കാര്യങ്ങളും. എന്നാൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ആ ഒരു വിശാല കാഴ്ചപ്പാടുള്ളത് നല്ലതായിരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ജോലിയോടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട കാര്യം വരികയില്ല. ശരിയല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ വേതനം കിട്ടുക, ചെയ്യുന്ന ജോലിക്ക് അർഹതപ്പെട്ട കൂലി കൊടുക്കുന്ന കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഇവിടെ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ അവർക്ക് അതിൻ്റെ 3 ഇരട്ടി പൈസ ലഭിക്കുന്നത്. ചിന്തിച്ചു നോക്കിയേ. എന്നാൽ ജീവിത ചെലവിന് വലിയ വ്യത്യാസം ഇല്ലാതാനും ഇവിടുത്തെ ശരാശരി ഇതൊക്കെ അവിടെ ഉള്ളൂ വാസ്തവത്തിൽ. അപ്പോൾ എന്നാൽ വേതനം കുറവാണ്. അതുകൊണ്ടായിരിക്കും ചെറുപ്പക്കാരിൽ അങ്ങനെ പോകുന്നത്. അത് മറ്റൊന്ന്, ഏത് തൊഴിലും സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് മാനസിക പരിവർത്തനം ഇന്നത്തെ സമൂഹം, കേരള സമൂഹം വളർന്നു വരണം. കുട്ടികളുടെ മനസ്സിലായ ഒരു കാഴ്ചപ്പാട് വരണം. കുട്ടികൾക്ക് മനസ്സാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ വീക്ഷിക്കുന്ന വിധം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ കുട്ടികൾ തയ്യാറായാൽ പോലും പലപ്പോഴും സമൂഹം അതിനെ വിലക്കും, അതല്ലെങ്കിൽ കുടുംബക്കാർ വിലക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ മടി കാണിക്കും. അപ്പം മറ്റു രാജ്യത്താകുമ്പോൾ അത് അറിയുന്നില്ല, അവരെന്ത് ജോലി ചെയ്യുന്നുള്ള അറിയുന്നില്ല. അത് അറിയുന്നത് തന്നെ കുഴപ്പം. അവിടെയുള്ളവരെല്ലാം ചെയ്യുന്നവരല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഈ കമൻറ്റുകൾ തീരെ ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഇത് നല്ലതാണെന്നോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ വേറൊരു വിഷയം ചെയ്യണമെന്നോ അങ്ങനെയുള്ളതൊന്നും പറയുന്നില്ല ആരും. അപ്പോൾ അതിലും നമുക്ക് ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയം കാണാം. അതുവരെ ഗുഡ് ബൈ.